പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPIM-ഉം CPI-യും കടുത്ത ഭിന്നതയിലാണിപ്പോഴും. പദവി CPIM-ന് തന്നെ എന്ന പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നലെ ബിനോയ് വിശ്വം നടത്തിയത്. പിണറായിയുടേത് പദവിക്ക് നിരക്കാത്ത പ്രസ്താവനയാണെന്നും CPI-യുടെ അഭിമാനത്തിന് വിലയിടാൻ നോക്കരുത് എന്നുമാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് മാറുകയാണോ പ്രതിപക്ഷ ഉപനേതാവ് തർക്കം? ഈ വിഷയം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. തിരുവനന്തപുരത്ത് നമ്മുടെ അർജുൻ വിശകലനങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു പലവട്ടം നമ്മൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്, വിശകലനം ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചൊന്ന്, ഇപ്പോൾ CPM-ഉം CPI-യും തമ്മിൽ ചേർന്നിരുന്ന് LDF-ൽ ഇവർ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും, ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നൊരു വിലയിരുത്തലിലായിരുന്നു എല്ലാവരും. പക്ഷേ അത് അങ്ങനെ അങ്ങ് അവസാനിക്കുന്നില്ല. തർക്കങ്ങൾ തുടരുകയാണെന്ന് മാത്രമല്ല, നേതാക്കൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ വിവാദത്തിന്റെ പോക്ക് അർജുൻ? സേതു, വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് ഇടതുമുന്നണിയിൽ. സേതു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ഏതാണ്ട് 3 മാസം പിന്നിട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDF അധികാരത്തിലേറി, നിയമസഭാ സമ്മേളനം കഴിഞ്ഞു. അതിനിടയ്ക്കൊക്കെ ഈ വിഷയം പലവട്ടം ഉരുത്തിരിഞ്ഞ് ചർച്ചയ്ക്കൊക്കെ വന്നെങ്കിലും ഒരു പരിഹാരം ആയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ തലത്തിലേക്ക്, അതായത് തർക്കത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ ഈ ചർച്ച മാറുകയാണ് എന്നുള്ളതാണ്. നേതാക്കൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇന്നലെയാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി CPM-കാരൻ തന്നെയായിരിക്കും ആ പദവിയിൽ വരിക എന്ന് പറഞ്ഞത്. അതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിണറായി വിജയനെയൊക്കെ ഈ രീതിയിൽ ബിനോയ് വിശ്വം വിമർശിക്കുന്നത്, CPI-യുടെ നേതാവ് വിമർശിക്കുന്നതൊക്കെ അപൂർവമാണ്. അതായത് രാഷ്ട്രീയ മര്യാദയില്ലാത്തതാണ്, അദ്ദേഹത്തിന്റെ പക്വതയ്ക്ക് ചേരാത്തതാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ കടുത്ത ഭാഷയിൽ തന്നെ ബിനോയ് വിശ്വം നടത്തി. CPI-യുടെ അഭിമാനത്തിന് വിലയിടാൻ വരരുത് എന്ന തലത്തിലേക്കൊക്കെ വിമർശനം മാറുന്നതാണ് കണ്ടത്. അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു ഇടത്തു നിന്ന് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ CPM-ന് വലിയ വാശിയും നിർബന്ധവും ഉണ്ട്. ഇനി ഏത് തരത്തിലും ഒരു വിട്ടുവീഴ്ച വേണ്ടതില്ല, ആ പദവി എന്തായാലും ഇനി ചർച്ച പോലും വേണ്ടതില്ല എന്ന തലത്തിലേക്ക് CPIM ആലോചിച്ചു കഴിഞ്ഞു. CPI ആണെങ്കിൽ കുറെ കൂടി കടുത്ത നിലപാട് എടുക്കാനുള്ള ആലോചനയിലാണ്. അത് വേണമെങ്കിൽ അടുത്ത LDF യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാം, അല്ലെങ്കിൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാം എന്നുള്ള തരത്തിലൊക്കെ ആലോചന വരുന്നുണ്ട്. കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗങ്ങളിലൊക്കെ അടുത്ത തവണ നമുക്ക് നിയമസഭാ സമ്മേളനത്തിൽ പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്നുള്ള അഭിപ്രായമൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ തർക്കത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അത്തരം കടുത്ത നിലപാടിലേക്ക് CPI പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അല്ലെങ്കിൽ ഒരു ചർച്ച CPI-യും CPI-യുമായി ഇനി നടക്കേണ്ടി വരും. ഓക്കെ അർജുൻ, ശരി. ഇപ്പം അതാണ്, ഇതിൽ ആരായിരിക്കും പിന്നോട്ട് പോകുക, ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് അറിയേണ്ട ഒരു കാര്യം. പ്രതിപക്ഷ ഉപനേതൃ പദവി അത് CPM-നെയും CPI-യെയും രണ്ടുപേരെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. CPI ഒരു പടി കൂടി കടന്ന് കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയുമാണ്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പറയുകയും ചെയ്തു.